നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യപാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന്, ജീവൻ്റെ സചേതനമായ പ്രയാണത്തിൽ വൃക്ഷങ്ങളുടെ പങ്ക് നിസ്തുലമാണ്. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം എന്ന് ഭാരതീയ സംസ്കാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വൃക്ഷങ്ങൾ വെട്ടി മുറിക്കുന്നതിന് മുമ്പ് കാടിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും അനുവാദം ചോദിച്ചിരുന്നു നമ്മുടെ പൂർവികന്മാർ, പൂർവ്വസൂരികൾ. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നതും ഏറെ കാലിക പ്രസക്തമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും വൃക്ഷചികിത്സയായ വൃക്ഷായുർവേദത്തെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ശ്രീ കെ ബിനു, പരിസ്ഥിതി പ്രവർത്തകൻ, അധ്യാപകൻ, കേരള സംസ്ഥാന വനം വന്യജീവി ബോർഡ് മെമ്പർ, വനമിത്ര, പ്രകൃതിമിത്ര അവാർഡ് ജേതാവ്. സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് സമകാലീന സമൂഹത്തിലേറെ പ്രസക്തമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും വൃക്ഷ ആയുർവേദത്തെ അധികരിച്ചുമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് നവംബർ 6, യുദ്ധസമയത്തും യുദ്ധ പോരാട്ടങ്ങളിലും നടക്കുന്ന പ്രകൃതി ചൂഷണങ്ങളെ തടയുന്നതിനായി ഐക്യരാഷ്ട്രസഭ ഈ ദിവസമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിവസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് സാമൂഹ്യപാഠം ആരംഭിക്കാം എന്ന് തോന്നുന്നു. പറയാം സാർ. നവംബർ 6 ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് പറയാൻ കാരണം, ലോകത്ത് യുദ്ധം മൂലം മനുഷ്യനും ജീവികൾക്കും ദോഷമുണ്ടാകുന്നു എന്നാണ് നാം പൊതുവെ പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും. എന്നാൽ അതിലും വളരെ വ്യത്യസ്തമായി നമുക്കറിയാം, ജപ്പാനിലെ ഹിറോഷിമയിൽ നാഗസാക്കിയിലും ബോംബ് സ്ഫോടനം നടന്ന ഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ബോംബ് സ്ഫോടനം നടന്നത്. അമേരിക്കയാണ് അത് നടത്തിയത്. അത് നടത്തിയപ്പോൾ നിരവധി വൃക്ഷങ്ങൾ കത്തിച്ചാമ്പലായി. പറയുന്നത് പിന്നെ ജപ്പാൻ ശരിക്കും ബുദ്ധ ആരാധന നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധക്ഷേത്രങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ആ ബുദ്ധക്ഷേത്രങ്ങൾക്ക് ചുറ്റും നിരവധി മരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ അണുബോംബ് പ്രയോഗിച്ചതോടുകൂടി ആ മരങ്ങളാകെ കത്തിച്ചാമ്പലായി. തീർച്ചയായും. വർഷങ്ങൾക്ക് ശേഷം ജപ്പാൻകാർ വളരെ വാശിയോടുകൂടി തന്നെ ബുദ്ധക്ഷേത്രങ്ങൾ തിരികെ കൊണ്ടുവന്നു. അവരുടെ പഴയ നഗരം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തി. ഭാഗ്യവശാൽ 6-7 വർഷക്കാലം, യുദ്ധം കഴിഞ്ഞ് 6-7 വർഷം കഴിഞ്ഞപ്പോൾ ആ മരങ്ങൾ നിന്നിടത്തുനിന്നെല്ലാം ചെറിയ ചെറിയ മുള പൊട്ടി ആ മരങ്ങൾ വീണ്ടും കിളിർക്കാൻ തുടങ്ങി. അപ്പം ജപ്പാൻകാർ ആ മരത്തെ യുദ്ധത്തെ തോൽപ്പിച്ച മരം എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. ജിങ്കോ മരങ്ങൾ എന്ന പേരിലാണ് ഇന്ന് ലോകത്ത് അത് അറിയപ്പെടുന്നത്. അത് ഒരു സംഭവമാണ്. അതുപോലെയാണ് വിയറ്റ്നാം യുദ്ധം. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്ക വിയറ്റ്നാം പടയാളികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏജൻറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന അതിമാരകമായ വിഷം ആകാശത്ത് നിന്ന് സ്പ്രേ ചെയ്തു. അങ്ങനെ ആകാശത്ത് നിന്ന് സ്പ്രേ ചെയ്ത് ഹെക്ടർ കണക്കിന് വനങ്ങളാണ് കത്തിച്ചാമ്പലായത്. അത് നാശത്തിലേക്ക് വന്നു. അപ്പം അങ്ങനെ ഇപ്പം നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നടന്ന ഇറാൻ-ഇറാഖ് യുദ്ധം, അതിനകത്ത് അമേരിക്കയുടെ ഇടപെടലൊക്കെ നമുക്കറിയാം. ആ ഇറാൻ-ഇറാഖ് യുദ്ധം നടക്കുന്ന അവസരത്തിൽ എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ടു. അതുമൂലം ഉണ്ടായിരിക്കുന്ന വലിയ നാശം. അപ്പം യുദ്ധം മനുഷ്യന് മാത്രമല്ല നാശം ഉണ്ടാക്കുന്നത്, സാമ്പത്തികമായിട്ടുള്ള നാശത്തെക്കാട്ടിലുപരി പരിസ്ഥിതിക്ക് ഒരിക്കലും നികത്താനാകാത്ത തരത്തിലുള്ള വലിയ നാശങ്ങളാണ് വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് യുദ്ധം മനുഷ്യന് അനുഭവപ്പെടുന്ന ദുരന്തം പോലെ തന്നെ പ്രകൃതിക്കും അത് ദുരന്തമായി മാറുന്നു എന്ന് ലോകരാഷ്ട്രങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന നവംബർ 6 ഇത്തരമൊരു ദിനാചരണം കൊണ്ടാടുന്നതിനുള്ള അവസരം, ഓർമ്മപ്പെടുത്തുന്നതിനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. സാർ, ഇപ്പോൾ അങ്ങ് നവംബർ 6-ൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, യുദ്ധം എത്തരത്തിലാണ് പ്രകൃതിയെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കുകയുണ്ടായി. നമ്മളിന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും വൃക്ഷായുർവേദത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വൃക്ഷായുർവേദം എന്ന് കേട്ടിട്ടുണ്ട്.
പലപ്പോഴും വൃക്ഷ ചികിത്സയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, മനുഷ്യരുടെ ചികിത്സാ രീതിയുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളെ, പക്ഷിമൃഗാദികളെ ചികിത്സിക്കുവാൻ ശാഖകളുണ്ട്. പക്ഷേ വൃക്ഷങ്ങളെ ചികിത്സിക്കുവാനും വൃക്ഷായുർവേദം അനുസരിച്ച് ചികിത്സിക്കുവാൻ 70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതീയർ സന്നദ്ധരായിരുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് വൃക്ഷായുർവേദത്തെക്കുറിച്ച് ചോദിച്ചാൽ അത്രത്തോളം ഗ്രാഹ്യം ഇല്ലാതെയും പോകുന്നു. എന്താണ് വൃക്ഷായുർവേദം എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ? അതെ, ഈ ആയുർവേദത്തിൻ്റെ ഒരു ശാഖയാണ് വൃക്ഷായുർവേദം. വൃക്ഷങ്ങളുടെ ജീവൻ നിലനിർത്തുകയാണ് വൃക്ഷായുർവേദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, മനുഷ്യന് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളുണ്ട്, മൃഗങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളുണ്ട്. എന്തിനധികം നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കൃഷിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ചികിത്സിക്കാൻ കൃഷി വകുപ്പും ആശുപത്രികളും നിലവിലുണ്ട്. പക്ഷികൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ വരെ ആശുപത്രികൾ ഒന്നുണ്ട്. അതുപോലെ മരങ്ങൾക്ക് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു ശാഖ നിലവിലുണ്ടായിരുന്നു. അതാണ് വൃക്ഷായുർവേദം എന്ന് പറയുന്നത്. ഇത് പുരാണത്തിൽ ആനവൈദ്യം പോലെ, ആനകൾക്ക് ഉള്ള രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന രീതി പോലെ തന്നെ വൃക്ഷങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കുന്നതിന് വേണ്ടി പുരാണത്തിൽ ഏകദേശം 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കശ്യപൻ എഴുതിയിട്ടുണ്ട്, ചരകൻ എഴുതിയിട്ടുണ്ട്, ശാർങ്ങധരൻ എഴുതിയിട്ടുണ്ട്, വാത്സ്യായൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിരവധി മഹർഷിമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലായിട്ട് വൃക്ഷങ്ങൾക്ക് വരുന്ന രോഗങ്ങളെ സംബന്ധിച്ചും അവയ്ക്ക് നടത്തേണ്ട ചികിത്സാ രീതികളെക്കുറിച്ചും സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശാർങ്ങധരനാണെങ്കിൽ വൃക്ഷായുർവേദ ഗ്രന്ഥം എന്ന രീതിയിൽ തന്നെ ഒരു ഗ്രന്ഥത്തിന് തന്നെ രചന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ പഠിക്കുകയും അത് വീണ്ടും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും 70 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള വൃക്ഷവൈദ്യന്മാരുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ 70 വർഷങ്ങൾക്ക് ശേഷം ഈ മേഖലയിൽ വ്യാപകമായ പഠനങ്ങൾ നടക്കുന്നില്ല. ആ അവസരത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഏതാനും അംഗങ്ങൾ ഈ വൃക്ഷായുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. സാർ, നമുക്ക് നമ്മോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമുക്കാരും നോക്കാം. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം, സാമൂഹ്യ പാഠമാണ്. പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? സാർ, നമുക്ക് കോള് ലഭിക്കുന്നില്ല, കോള് കട്ടായിരിക്കുകയാണ്. സാർ, ഇപ്പോൾ നമ്മൾ വൃക്ഷ ആയുർവേദത്തെക്കുറിച്ച് അങ്ങ് വളരെ വിശദമായി തന്നെ പരാമർശിക്കുകയുണ്ടായി. സംസ്കൃത ഗ്രന്ഥങ്ങൾ എത്തരത്തിലാണ് വൃക്ഷായുർവേദത്തെ പ്രതിപാദിച്ചത് എന്നതിനെക്കുറിച്ചും അങ്ങ് പറയുകയുണ്ടായി. സ്വാഭാവികമായും നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു സംശയമാണ്, വൃക്ഷ ആയുർവേദം എപ്രകാരമാണ് വൃക്ഷങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? അത് പ്രധാനമായിട്ടും 6 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. വൃക്ഷായുർവേദത്തിൽ പറയുന്ന പ്രകാരം 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മരം കാണുക. മരം കണ്ടു കഴിഞ്ഞാൽ അതിന് പറ്റിയിട്ടുള്ള രോഗം എന്താണ്, അതിന് കൊമ്പ് ചെയ്യലാണോ, അത് മരം പൊട്ടി ഒഴുകുകയാണോ, അങ്ങനെ മരത്തേൽ ആണി മുതലായ കാര്യങ്ങൾ അടിച്ച് ഉണ്ടായിട്ടുള്ള മുറിവുകളാണോ, എന്താണ് പറ്റിയിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടത്തിൽ നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്, ഈ മരം നിൽക്കുന്ന പ്രദേശത്ത് ചെന്ന് അവിടുത്തെ ഈ മരത്തിന് ഉണ്ടായിട്ടുള്ള മുറിവ് എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം അത് അവിടം ചീകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കഴുകി തുണി കൊണ്ട് ഒപ്പിയെടുക്കും. അങ്ങനെ ഒപ്പിയെടുത്തതിന് ശേഷം അരിപ്പൊടി പശുവിൻ പാലിൽ, നാടൻ പശുവിൻ്റെ പാലിൽ കുഴച്ച് തേക്കും. അത് തേക്കുന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഓണക്കാലത്ത് നമുക്കെല്ലാം അറിയാം, അരിമാവ് കൊണ്ട് കോലം വരച്ച് സൂക്ഷ്മജീവികൾക്ക് രീതി കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മരത്തിൽ നിരവധി സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. അവയ്ക്ക് ആഹാരം കൊടുക്കുന്ന സങ്കല്പമാണത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്നാമത്തെ ഘട്ടം എന്ന നിലയിൽ മരുന്നുകൂട്ട് തയ്യാറാക്കുകയാണ്. ആ മരുന്നുകൂട്ട് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 14 ഇനത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നിശ്ചിത അളവിൽ എടുത്ത് അത് എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്യുമ്പോൾ ഒരു കളറാണ് അതിന് അനുഭവപ്പെടേണ്ടത്. അതാണ് മൂന്നാം ഘട്ടം. തീർച്ചയായിട്ടും. അങ്ങനെ
ആ മരുന്ന് കൂട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഉരുളകളാക്കി മാറ്റും. അങ്ങനെ ഉരുളകളാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റും. ഈ ഘട്ടത്തിലെല്ലാം നാം ശ്രദ്ധിക്കേണ്ടത് ആ മരുന്ന് കൂട്ടുകളുടെ അളവ് കൃത്യമായാൽ മാത്രമേ നമുക്കിങ്ങനെ ഉരുളകളാക്കി ഇത് എടുക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഉരുളകളാക്കി എടുക്കുന്നത് പതുക്കെ മുറിവ് പറ്റിയ ഭാഗത്തും ആ മരത്തിന് ഒരാൾ പൊക്കത്തിലുള്ള പ്രദേശത്തും നമ്മൾ തേച്ച് പിടിപ്പിക്കും. അതാണ് അടുത്ത ഘട്ടം. അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കോറത്തുണി കൊണ്ട്, കോട്ടൺ തുണി കൊണ്ട് നമ്മൾ ആ പ്രദേശം മൊത്തം ചുറ്റും. കോറത്തുണി കൊണ്ട് ചുറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് കൂട്ട് പെട്ടെന്ന് ഒലിച്ചിറങ്ങരുത്. ശകലിച്ചായിട്ട് മരത്തിൽ പിടിച്ച് താഴേക്ക് വരണം. അതിനുവേണ്ടി ഈ കോറത്തുണി കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം ചണനൂല് കൊണ്ട് ബന്ധിക്കും. അങ്ങനെ ചണനൂല് കൊണ്ട് ബന്ധിക്കുന്നതോടുകൂടി ആ ഘട്ടം അവസാനിക്കുകയായി. ചണനൂല് കൊണ്ട് ബന്ധിച്ചതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്നത് ആ വൃക്ഷത്തിൻ്റെ ചുവട് ഒരു നിശ്ചിത അളവിൽ ഞങ്ങൾ കിളച്ചിടും. അങ്ങനെ കിളച്ച് കഴിഞ്ഞതിന് ശേഷം നാടൻ പശുവിൻ്റെ പാല് ആ ചുറ്റിക്കെട്ടിയ പ്രദേശത്ത് സ്പ്രേ ചെയ്യും. ഇത് 6 ദിവസം ഇങ്ങനെ തുടരും. 6 ദിവസം തുറന്നു കഴിഞ്ഞാൽ മറ്റ് പാലിനി ഒഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ ആ മരം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരും എന്നുള്ളതാണ് വൃക്ഷ ആയുർവേദത്തിൻ്റെ തിയറി. അപ്പം അതിൽ ഞങ്ങളിങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഈ ചൂട് കിളയ്ക്കുന്നതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഈ ചൂട് കിളയ്ക്കുന്നതോടുകൂടി മരത്തിൽ നിന്ന് നിരവധി പ്രാവശ്യം ഇതുപോലെ മഞ്ഞാൽ, മഴയാൽ, പക്ഷിമൃഗാദികളൊക്കെ ഒലിച്ചു വരുന്ന ഈ മരുന്ന് കൂട്ടുകൾ താഴെ പോയി കഴിഞ്ഞാൽ അത് ആ മരത്തിന് ചുറ്റുമായിട്ട് തന്നെ കിടക്കണം. അങ്ങനെ കിടന്നാൽ മാത്രമേ അത് വേരിലൂടെ പിടിച്ച് അത് ശിഖരങ്ങളിലും ഇലകളിലും എല്ലാം പറ്റി പിടിച്ച് ആ മരം ഹെൽത്തിയായി മാറത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. തീർച്ചയായിട്ടും സാർ, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം സാർ, സാമൂഹ്യ പാഠമാണ്. പരിചയപ്പെടുത്താമോ? പേരെങ്ങനെയാണ്? ഓക്കെ സാർ, നാം സംസാരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും വൃക്ഷായുർവേദത്തെക്കുറിച്ചുമാണ്. ഓക്കെ സാർ, ബിനു സാറുണ്ട്, ചോദിച്ചോളൂ. എന്താണ് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത്? കേട്ടോ സാർ, ചോദ്യം ചോദിച്ചോളൂ. പറയൂ. ഇപ്പോൾ കേരളത്തിലെ വിശിഷ്ടിക്കുന്ന ആയുർവേദ വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കേരളത്തിൽ ചികിത്സ നടത്തിയ ആയുർവേദ വൃക്ഷങ്ങളെ കുറിച്ചാണോ സാർ അങ്ങ് ചോദിക്കുന്നത്? കേരളത്തിലുള്ള ആയുർവേദ വൃക്ഷങ്ങളെ കുറിച്ചാണോ അതോ കേരളത്തിൽ ചികിത്സ നടത്തിയിട്ടുള്ള ആയുർവേദ വൃക്ഷങ്ങളെ കുറിച്ചാണോ? ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയുർവേദ വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കിപ്പോൾ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയുർവേദ വൃക്ഷങ്ങളെ കുറിച്ചാണ് നമ്മുടെ മാന്യപ്രേക്ഷകനായ രാധാകൃഷ്ണൻ സാർ ചോദിക്കുന്നത്. ആയുർവേദ വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് സാറേ, ഈ ചരകൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു മരവും ഗുണമില്ലാത്തതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആയുർവേദ മരങ്ങൾ, ആയുർവേദ സസ്യങ്ങൾ അത് ദിനവും കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരാനുള്ള കാരണമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഉപയോഗം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും കൂടി വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷിക്കുന്നതിന് നാം മുന്നിട്ടിറങ്ങണം. അങ്ങനെ നിരവധി സസ്യജാലങ്ങൾ നഷ്ടമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് അനുഗ്രഹീതമായിട്ടുള്ള പശ്ചിമഘട്ട പ്രദേശമുണ്ട്, മലനിരകളുണ്ട്. ആ മലനിരകളായിരുന്നു ശരിക്കും സത്യത്തിൽ ഈ സസ്യങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ നിലനിർത്തിയിരുന്നതും ആ സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സാരമായ തകരാറ് നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പച്ചപ്പ് സംരക്ഷിച്ചാൽ നമ്മുടെ പരിസ്ഥിതിയിൽ നമുക്ക് ആവശ്യമുള്ളത്ര ഔഷധ സസ്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് എനിക്ക് താങ്കളോട് പറയുവാനുള്ളത്. ഓക്കെ സാർ, മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. നമ്മൾ ഇപ്പോൾ വൃക്ഷായുർവേദം എത്തരത്തിലാണ് വൃക്ഷങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സാർ പറയുകയുണ്ടായി. നമ്മൾ വിശദമായി തന്നെ അത് കാണുകയും ചെയ്തു സാർ. അതുപോലെ തന്നെ വൃക്ഷ ആയുർവേദ രംഗത്തേക്ക് അങ്ങയുടെ കടന്നുവരവും ഒപ്പം അങ്ങ് സ്വായത്തമാക്കിയ വിപുലമായ അനുഭവങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ സാർ? ഞാൻ ഒരു 25 വർഷക്കാലമായി പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പം എൻഡോസൾഫാൻ മേഖലകളിൽ ഒക്കെ, കാസർഗോഡ് എൻഡോസൾഫാൻ മേഖലകളിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ്
എനിക്ക് പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഒരു വേദനയുണ്ടായത്. അതിൽ നിന്നാണ് ഈ മരങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ട് മുറിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ മുറിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി ഒരുപക്ഷെ കേരളം മാറിയേക്കാം വരും കാലങ്ങളിൽ. അപ്പം ഇങ്ങനെ മുറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റോഡ് വികസനത്തിൻ്റെ പേരിൽ, പുതിയ പദ്ധതികൾ വരുന്നതിൻ്റെ പേരിൽ ഒക്കെ തന്നെയാണ് ഈ മരം മുറിക്കുക. അതുപോലെ വലിയ മരങ്ങൾ എന്തിനാണ് നിർത്തുന്നത് എന്ന ഒരു ചോദ്യം കൂടി പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കേടുവന്ന മരങ്ങൾ എങ്ങനെ വെട്ടിമാറ്റുകയല്ലേ, പിന്നെ ഒരു തൈ കുഴിച്ച് വയ്ക്കുകയല്ലേ, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കേടുവന്ന മരങ്ങളെ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ പറ്റും, അതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഇത്തരമൊരു ശാഖയുണ്ട് എന്ന് എനിക്കൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടാനുള്ള അവസരം കിട്ടുകയും അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വായിക്കുകയും ആ ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുത്ത് അതിൻ്റെ മരുന്നുകൂട്ടുകൾ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഈ മരുന്നുകൂട്ടുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമാണ്. 14 കൂട്ടം മരുന്നുകൾ കണ്ടെത്തുക. ആ കണ്ടെത്തിയതിന് ശേഷം അനുഭവപ്പെട്ട മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ വൃക്ഷായുർവേദത്തിൽ ഒരിടത്തും ഇത്ര കിലോ തേൻ വേണം, ഇത്ര ചട്ടി പച്ചച്ചാണകം വേണം, ഇത്ര കിലോ കദളിപ്പഴം വേണം, ഇത്ര കിലോ എള്ള് വേണം, ഇത്ര കിലോ രാമച്ചം വേണം എന്നൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ മരം കണ്ടു കഴിഞ്ഞ് ഏതെല്ലാം മരുന്ന് കൂട്ടുകൾ ഏതെല്ലാം അളവിൽ വേണം എന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു. അങ്ങനെ കണ്ടെത്തൽ നടത്തിയോടുകൂടി അത് മരങ്ങളിൽ പ്രയോഗിക്കാൻ തുടങ്ങി, മരത്തിന് പുതുജീവൻ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായിട്ടും സാർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ. നമസ്കാരം സാർ, സാമൂഹ്യ പാഠമാണ്, പരിചയപ്പെടുത്താമോ സാർ? പേരെങ്ങനെയാണ്? എന്റെ പേര് ആനന്ദൻ, തൃശ്ശൂര് കാഞ്ഞാണിന്ന് വിളിക്കുന്നത്. ഓക്കെ സാർ, ചോദിച്ചോളൂ. അദ്ദേഹത്തോട് എന്താണ് സംശയം എന്ന് ചോദിച്ചോളൂ. പറയൂ. അപ്പൊ എന്റെ വീട്ടില് 4 വർഷമായി ഒരു മാവും തൈ ഉണ്ടായിട്ട് അതിന്റെ മുഴുവനും ഉണങ്ങി പോവുക, പിന്നെ എന്റെ ഇല മുഴുവനും ഓരോ നോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക, വെറുത്തിട്ടുള്ള നോട്ടുകൾ. അതിനെന്താണ് വഴി എന്നാണ് അല്ലേ? അതാണ് സാർ ചോദ്യം. അതിനെ സംരക്ഷിക്കാൻ, അതിനെ സംരക്ഷിക്കാനുള്ള വഴിയാണ്. അത് ഉണങ്ങണത് അതിന്റെ നോട്ട്. തൃശ്ശൂർ ഒരു നാട്ടുമാവ് പരിപാലന സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആണെങ്കിൽ ഒരു മാവിൻ്റെ അഗ്രം ഏതെങ്കിലും ഒരു അളവിൽ ഒരു തൈയുടെ ഒരു ഭാഗം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും ആ തൈകൾ കൂടുതലുണ്ടാക്കുന്ന ഒരു സംഘം തന്നെ തൃശ്ശൂർ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, തൃശ്ശൂർ എവിടെയാണ് സാറേ? അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പം എൻ്റെ കൈവശമില്ല. തൃശ്ശൂർ നാട്ടുമാവ് സംരക്ഷണം എന്ന് പറഞ്ഞ് തന്നെ ഫേസ്ബുക്കിൽ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നമ്പരൊക്കെ കിട്ടും. 1. 2, ഞങ്ങൾ ആ മാവിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന ഒന്ന് മാവ് നേരിട്ട് കാണുക എന്നുള്ള. ഇപ്പോൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട് മാവ് നേരിട്ട് കാണാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ ആ മാവിൻ്റെ പടം അയച്ചു തന്നു കഴിഞ്ഞാൽ ആ മാവിന് എന്ത് രോഗമാണെന്നും ആ മാവ് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്നും ആ മാവ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള മരുന്ന് കൂട്ടുകളാണ് നിങ്ങൾ വാങ്ങി വെക്കേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു സംഘം അവിടെ വന്ന് ആ മാവിനെ സംരക്ഷിക്കുന്നതിനുള്ള പരിപാടികൾ ചെയ്തു തരാം. മനസ്സിലായല്ലോ സാർ? വാട്സ്ആപ്പ് നമ്പർ ഈ സെയിം നമ്പറാണോ? അത് തന്നെയാണ്. ഓക്കെ സാർ, മനസ്സിലായി വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. നമ്മുടെ മാന്യപ്രേക്ഷകനായ ശ്രീ ആനന്ദ് സാറ് പറഞ്ഞതുമായിട്ട് ആ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്, വൃക്ഷങ്ങളിൽ പൊതുവായി കണ്ടുവരുന്ന രോഗങ്ങൾ, ഈ രോഗങ്ങളുടെ കാരണങ്ങൾ, ഇവരുടെ ലക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? അത് പ്രധാനമായിട്ടും മനുഷ്യന് ആയുർവേദത്തിൽ രോഗങ്ങൾ വരുന്നതിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ത്രിദോഷങ്ങൾ എന്ന പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. വാതം, പിത്തം, കഫം. അത് ഓരോ കാലഘട്ടത്തിലാണ് അത് അനുഭവപ്പെടുന്നത്, ത്രിദോഷങ്ങൾ. അതുപോലെ തന്നെ വൃക്ഷായുർവേദവും മനുഷ്യന് പറ്റുന്ന രോഗങ്ങളായിട്ട് തന്നെയാണ് വൃക്ഷായുർവേദത്തിൽ അതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മരത്തിന് വാതം വരാം, മരത്തിന് പിത്തം വരാം. ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ ഈ രോഗങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് ചികിത്സ നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, ഈ മരം നിൽക്കുന്ന ആ സ്ഥലത്തെ ചില വേരുകൾക്ക് ചില കേടുകൾ സംഭവിക്കാം. അങ്ങനെ ആ മരത്തിന് കേടുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇപ്പം വനത്തിലൊക്കെ നിൽക്കുന്ന മരമാണെങ്കിൽ
അതിനെ ആണിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ പുറവിട്ട് അതിൻ്റെ തൊലിയിൽ മരത്തിൻ്റെ തൊലിയിൽ ഉരസുന്നത് മൂലം മുറിവ് പറ്റി ചതവ് പറ്റി അതിലൂടെ രോഗങ്ങൾ പിടിപെട്ട് മരം നശിക്കാൻ സാധ്യതയുണ്ട്. കൊമ്പുകൾ കൊണ്ട് മരം നശിക്കാൻ സാധ്യതയുണ്ട്. കൊമ്പുകൾ തമ്മിൽ ഉരസി അവിടെ അതിൻ്റെ തൊലി പോയി ആ മരം നശിക്കാൻ സാധ്യതയുണ്ട്. ഇടിവെട്ടേറ്റ മരങ്ങൾ നശിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏകവള കൃഷി വ്യാപകമായിട്ട് ഇപ്പോൾ ലോകത്തെമ്പാടും നടക്കുന്നതുകൊണ്ട് ഏകവള കൃഷിയിൽ നിന്ന് പിടിപെടുന്ന ഫംഗസുകൾ മുഖേന മരങ്ങൾക്ക് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിരവധി കാരണങ്ങളാണ്. ആ കാരണങ്ങൾ എന്ത് എന്നുള്ളത് മരത്തെ നേരിട്ട് കണ്ടാൽ മാത്രമേ, മരത്തെ നേരിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള മരുന്ന് കൂട്ടുകളാണ് ആ മരത്തിന് പ്രയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാൻ സാധിക്കൂ. സാർ, ഇപ്പോൾ അങ്ങയുടെ നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. സാർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠമാണ്. നമുക്ക് ആ കോള് ലഭിക്കുന്നില്ല. സാർ നമ്മുടെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. വൃക്ഷായുർവേദ രംഗത്ത് അങ്ങേക്ക് വളരെ സുദീർഘമായ അനുഭവ പരിജ്ഞാനമുണ്ട്. ഈ ഒരു അനുഭവ മേഖലയിൽ നിന്നുകൊണ്ട് അങ്ങ് വിജയകരമായി രക്ഷിച്ചെടുത്ത മരങ്ങൾ, ആ മരങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് പറയാമോ സാർ? ഒപ്പം തന്നെ ഈ വൃക്ഷ ചികിത്സയ്ക്ക് ആവശ്യമായി വേണ്ടി വരുന്ന ചെലവ് എത്രയാണ്, അതിനെക്കുറിച്ചൊന്ന് ഒന്ന് പരാമർശിക്കാമോ സാർ? അതായത് ഞാനിപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ 56 മരങ്ങളെ ചികിത്സിച്ചു. അതിൽ 50 മരങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ സാവല്യം കോംപ്ലക്സിന് മുന്നിൽ നിൽക്കുന്ന മരമല്ലി എന്ന് പറയുന്ന മരമുണ്ട്. മരമുല്ല എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ വിളിക്കും. അപ്പം ആ മരമല്ലിക്ക് അതിൻ്റെ അപകടത്തിൽപ്പെട്ട അതിൻ്റെ ഒരു കമ്പ് താഴെ വീഴുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തീരുമാനമെടുത്ത് ആ മരം അതിൻ്റെ ശിഖരങ്ങളാകെ മുറിക്കുകയും ആ മരം ഉണങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. അപ്പോഴിവിടുത്തെ ട്രീ വോക്ക് പോലുള്ള പരിസ്ഥിതി സംഘടനകൾ ഞങ്ങളുടെ സേവനം അഭ്യർത്ഥിക്കുകയും ഞങ്ങളവിടെ എത്തുകയും ആ മരത്തിന് ചികിത്സ നൽകുകയും ഇന്ന് ഡിസംബർ 7-ാം തീയതി ആകുമ്പോൾ 1 വർഷം തികയാണ് ആ മരത്തിന് ചികിത്സ കൊടുത്തിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആ മരത്തിന് ചുവട്ടിലൊന്ന് പോയി, നിറയെ പൂക്കൾ, ഗന്ധമുള്ള നിറയെ പൂക്കളുമായിട്ട് ആ മരം നിൽക്കുന്നത് കണ്ട് ഏറെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ പ്രസിദ്ധ മജീഷ്യൻ മുതുകാട് സാറിൻ്റെ മാജിക് പാർക്കിൽ ഒരു പുളി മരം ഉണങ്ങുന്നതായി അദ്ദേഹം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ അവിടെ പോയി ചികിത്സ നൽകുകയും ചെയ്തു. ആ മരവും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി നേരിട്ട് കാണാൻ ഇടയായി. ആ മരത്തിലാണെങ്കിൽ പുളി കായ്ച്ചു തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ അനുഭവം നമ്മുടെ ജില്ലയിൽ തന്നെ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പറയാനുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തിനും അകത്തും കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും മായി ഇത്തരം മരങ്ങളെ ചികിത്സിക്കുന്നുണ്ട്. ഈ മരത്തിന് ചികിത്സ നൽകുന്ന അവസരത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഈ മരുന്ന് കൂട്ടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ചിതൽപ്പുറ്റ്, ഇപ്പം പലയിടത്തും ചിതൽപ്പുറ്റില്ല. ആ ചിതൽപ്പുറ്റ് തെള്ളി പലപ്പോഴും ഞങ്ങൾ പോകുന്ന വാഹനത്തിൽ കൊണ്ടുപോകാറുണ്ട്. കദളിപ്പഴം ചിലയിടത്ത് കിട്ടാനില്ല, നല്ല ചെറുതേൻ കിട്ടാനില്ല. ചിലയിടത്തൊക്കെ ആണെങ്കിൽ നാടൻ പശുവിൻ്റെ പാല് വേണമെന്ന് പറയുമ്പോൾ ചില കടകളിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് പാലുകളാണ് മേടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതൊന്നും ഫലപ്രദമല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ഈ ഞങ്ങൾ പറയുന്ന അളവിലുള്ള മരുന്ന് കൂട്ടുകൾ മേടിച്ച് വയ്ക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ പണിയാണ് വീട്ടുകാരെ സംബന്ധിച്ച്. പിന്നെ ചിലപ്പം താമര സമൂലം വേണം, വേര്, തണ്ട്, പൂവ്, ഇല, കായ, ഇവ വെള്ളം തൊടാതെ അരച്ചെടുക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ട്. അത് ചില മരങ്ങൾക്കും മതി അത്തരത്തിലുള്ള. അപ്പോൾ ഇതെല്ലാം കൂടെ സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 80-90 ഇഞ്ച് വണ്ണമുള്ള മരമാണെങ്കിൽ കുറഞ്ഞത് ഒരു 9,000 രൂപയോളം മരുന്നിന് തന്നെ ആകുന്നുണ്ട്. അപ്പം ഞങ്ങളോട് ചോദിക്കുന്നത്, ഈ 9,000 രൂപ മുടക്കി ഈ മരത്തെ ഞങ്ങൾ ചികിത്സിക്കേണ്ട കാര്യമുണ്ടോ? ഇതങ്ങോട്ട് വെട്ടിക്കൊടുത്തിട്ട് അവിടെ പകരം ഒരു 100 രൂപ മുടക്കി ഒരു തൈ മേടിച്ച് വെച്ചാൽ എത്ര സുന്ദരമായി, എത്ര എളുപ്പമായി കാര്യങ്ങൾ, ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ ഞങ്ങളുടെ അനുഭവത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മരം എല്ലാവരുടെയും തൊടിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നുള്ള. തീർച്ചയായിട്ടും അതെ.
അതുകൊണ്ടാണ് അവർക്ക് പ്രിയപ്പെട്ടതായി വരുന്നത്. അവർ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് മരത്തെ കാണുന്നത്. ഒരു പ്രിയപ്പെട്ട മരം എല്ലാവരുടെയും വീട്ടിലുണ്ട്. ആ മരത്തിന് എന്തെങ്കിലും കേട് പറ്റിക്കഴിഞ്ഞാൽ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സുരേഷ് ഗോപി MP അദ്ദേഹം പറയാണ്, നിങ്ങളെക്കുറിച്ച് നേരത്തെ അറിയുകയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട 2 മരം മുറിച്ച് കളയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സംവിധായകൻ ജയരാജ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം നട്ട ആലിന് കേടുവന്നു, ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മരം ഉണ്ട്. അപ്പോൾ ആ മരത്തെ സംരക്ഷിക്കണം. മരത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു ചെടി കൊണ്ടുപോയി ഒരു മരത്തൈ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ 12-13 വർഷം കഴിഞ്ഞാൽ വളർന്നു വന്നാൽ മാത്രമേ ഒരു മരത്തിൻ്റേതായിട്ടുള്ളൊരു സേവനം ആ ചെടി അല്ലെങ്കിൽ ആ മരത്തൈ നൽകി തുടങ്ങത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 40-50 വർഷക്കാലം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ സേവനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്സിജൻ നൽകുന്നു, അതിൻ്റെ കണക്കൊന്നും നമ്മൾ പറയുന്നില്ല. ഒപ്പം തന്നെ 40 വർഷം 50 വർഷം ഭൂമിയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ തൊലിയിൽ ശേഖരിച്ച് വയ്ക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 200-250 ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത്രയധികം കാർബൺ ഡൈ ഓക്സൈഡ് ശേഖരിച്ച് വെക്കാനുള്ള ഒരു സംവിധാനവും ലോകത്തില്ല. അതുകൊണ്ട് പ്രായം ചെന്ന മരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രീതി, ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി കേജ്രിവാൾ അദ്ദേഹം റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പഴയ മരങ്ങൾ മുറിച്ചു മാറ്റുകയല്ല ഉണ്ടായത്, പിഴുതെടുത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ലോകത്ത് ബാക്കിയുള്ള ചില രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതുപോലെ പ്രായം ചെന്ന മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൃത്തവനങ്ങൾക്ക് തന്നെ രൂപം കൊടുത്തിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ അത് ഒരു വൃത്തവനങ്ങൾക്ക് ഒരു സ്ഥലം കണ്ടെത്തി അവയെ സംരക്ഷിക്കുന്നത് ഏറെ നല്ല കാര്യമാണ്. അപ്പോൾ അത്തരത്തിലേക്കൊരു ആലോചന വരുന്നതും നല്ലതാണ്. സർ, അതുപോലെ തന്നെ വൃക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ, വൃക്ഷം നടുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ? വൃക്ഷപുരാണത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മരം നടണം എന്നുണ്ടെങ്കിൽ, ഒരു മരത്തിൻ്റെ തൈ നടണം എന്നുണ്ടെങ്കിൽ അത് വീടിൻ്റെ ഏത് ഭാഗത്തായിരിക്കണം, ഏത് കോണിലായിരിക്കണം, ഏത് മരമാണ് നടേണ്ടത്, അതിന് എത്രമാത്രം അകലം വേണം, അതിൻ്റെ കുഴിയെടുക്കുന്ന രീതി എങ്ങനെയാണ്, ആ കുഴിയെടുത്ത് കഴിഞ്ഞാൽ ആ കുഴിയിൽ ആദ്യമേ എള്ള് വിതറണം എന്നാണ് പറയുന്നത്. എള്ള് വിതറി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ആ എള്ള് മുളച്ചു വരും. അങ്ങനെ മുളച്ചു വന്ന് കഴിയുമ്പോഴാണ് അതിനകത്തേക്ക് തൈ വയ്ക്കേണ്ടത്. തൈ വയ്ക്കുക എന്ന് പറയുന്നത് രസകരമായിട്ടാണ് വൃക്ഷായുർവേദത്തിൽ പറയുന്നത്. തൈ വയ്ക്കാൻ പോകുന്നയാൾ ആ മരത്തിൻ്റെ തൈ കയ്യിലെടുത്ത ശേഷം ഒഴുക്കുള്ള വെള്ളത്തിൽ 3 പ്രാവശ്യം മരത്തൈയുമായി പൂർണ്ണമായി മുങ്ങി, ആ മരത്തൈയും ആ നടുന്നയാളും മുങ്ങി, അത് ഈറനോട് കൂടി വന്ന് പിന്നെ മരത്തൈ നട്ട് കഴിച്ചാലാണ് അത് പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രം എത്രമാത്രം വലുതാണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എന്നാലും നമ്മൾ നട്ട് കഴിഞ്ഞാണ് വെള്ളം ഒഴിക്കുന്നത്. മരത്തൈ പൂർണ്ണമായിട്ട് നട്ടതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. എന്നാൽ ഇത് മരത്തൈ പൂർണ്ണമായിട്ട് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയി നടണം എന്ന് വൃക്ഷായുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്നു. പിന്നെ ഉണ്ട് ഹൈന്ദവ പുരാണം അനുസരിച്ചാണെങ്കിൽ നാളുകൾക്കനുസൃതമായിട്ടുള്ള മരങ്ങളുണ്ട്. അപ്പം വൃക്ഷവും മനുഷ്യനും തമ്മിൽ ഒരു വലിയ ബന്ധം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു വിടവ് പുതുതലമുറയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. സർ, ഇപ്പോൾ അങ്ങ് വൃക്ഷം നടുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. വൃക്ഷം വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പരിചരണം എത്തരത്തിലാണ്? അതിനെക്കുറിച്ച് കൂടി ഒന്ന് പരാമർശിക്കാമോ സർ? അത് ഈ പരിചരണം നേരത്തെ മുൻകാലങ്ങളിലാണെങ്കിൽ വേണ്ടത്ര പരിചരണത്തിൻ്റെ ഒരു ആവശ്യകതയില്ലായിരുന്നു. കാരണം നിലവിലുള്ള നാട്ടുവൃക്ഷങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ തൊടികളിൽ നട്ടിരുന്നത്. അതായത് നാട്ടിലുണ്ടാകുന്ന വൃക്ഷങ്ങളാണ്. അപ്പം നാട്ടിലുണ്ടാകുന്ന വൃക്ഷങ്ങൾ ഇപ്പോൾ പലരും നടുന്നില്ല. നടാത്തതിന് കാരണം സ്ഥലപരിമിതിയാണ്. പഴയ പോലെ സ്ഥലമില്ല, കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നഴ്സറികളിലേക്കാണ് പോകുന്നത്. അവിടെ ബഡ് ചെയ്ത തൈകളാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുപ്ലാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു വർഷം 80 വർഷത്തിന് മുകളിലാണ്. ഒരു നാട്ടുമാവിൻ്റെ ആയുസ് 230 വർഷം മുതൽ 400 വർഷം വരെ ആകാം. ഒരു ആലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 1200-1500 വർഷം വരെ ആകാം. എന്നാൽ ഇന്ന് നമ്മൾ മേടിക്കുന്ന
ഒരു നാട്ടുമാവിൻ്റെ ആയുസ് 35 വർഷമാണ്. ഇന്ന് നമ്മൾ മേടിക്കുന്ന ഒരു തെങ്ങിൻ്റെ ആയുസ് എന്ന് പറയുന്നത് കൂടി വന്നാൽ 12 വർഷമാണ്. നേരത്തെ ഉള്ള തെങ്ങെന്ന് പറയുന്നത് 75-80 വർഷം വരെ നിൽക്കും. അതിനെ നമ്മൾ നാട്ടുഭാഷയിൽ കൊന്നത്തെങ്ങ് എന്നൊക്കെ വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ സസ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചിട മതി, പെട്ടെന്ന് ഫലം നൽകും, പെട്ടെന്ന് നശിക്കുകയും ചെയ്യും. പണ്ട് വളരെ ഇപ്പം നാട്ടുമാവൊക്കെ 6 മാസം കഴിയുമ്പോൾ കായ്ക്കുന്ന നാട്ടുമാവൊക്കെ ഉണ്ട്. പണ്ടത്തെ ബഡ് മാവുകളുണ്ട്. പണ്ടത്തെ നാട്ടുമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷത്തിന് ശേഷം അത് കായ്ക്കാൻ തുടങ്ങത്തുള്ളൂ. അത് തമ്മിലുള്ള മാറ്റം ഇതാണ്. അപ്പം അങ്ങനെ ചെടികൾ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാർ, ഇപ്പോൾ അങ്ങ് സംസാരിച്ചപ്പോൾ വൃക്ഷങ്ങളും മനുഷ്യരുമായി സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ജൈവബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. വൃക്ഷങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് വർത്തമാനകാല സമൂഹത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? അത് വൃക്ഷായുർവേദ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇപ്പം ഞാൻ സാറിനോട് പറയുകയാണ്, ഈ തിലകൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയുണ്ട്. അതെ, പെരുന്തച്ചൻ എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ അതിൽ അദ്ദേഹം പെരുന്തച്ചൻ എന്ന കഥാപാത്രം, തിലകൻ എന്ന് പറയുന്ന കഥാപാത്രം മകനോട് പറയുന്നുണ്ട്, നീ മരം മുറിക്കാൻ ചാടി പുറപ്പെട്ടല്ലോ, നിനക്ക് മരത്തെക്കുറിച്ച് എന്തറിയാം, മരത്തിനോട് നീ അനുമതി മേടിച്ചോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൃക്ഷായുർവേദത്തിൽ അത്തരത്തിലൊരു ശ്ലോകം തന്നെയുണ്ട്. അയോധ്യ ആ വൃക്ഷായുർവേദ ഗ്രന്ഥത്തിൽ പറയുന്ന ശ്ലോകം ഇതാണ്: യാനി ഭൂതാനി വസന്തയാനി ബലീം ബൃഹത്ത വിധിവൽ പ്രയുക്തം അന്നത്രവാസം പരികൽപ്പയാമി ക്ഷമതുദാനാദ്യം നമസ്തുതേപ്യ എന്നാണ്. അല്ലയോ മരമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നമിക്കുന്നു. എന്തെന്നാൽ നിന്റെ ശിഖരങ്ങളിൽ നിരവധി കിളികൾ കൂടുകൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ആയി തിരികെ പോകുന്നുണ്ട്. നിന്റെ തണലിൽ നിരവധി ജീവികൾ വസിക്കുന്നുണ്ട്. നീ ഞങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നുണ്ട്. നീ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. നിന്റെ തടിയിൽ നിരവധി സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. അങ്ങനെ പരോപകാരപ്രദം, ഭൂമിയിൽ പരോപകാരിയായി മാറിയിട്ടുള്ള മരമേ, അങ്ങയെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ആ ശ്ലോകം. സാർ, നമുക്കതിലെ ആശയത്തിലേക്ക് വരാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠമാണ്. നമുക്ക് ആ കോള് കട്ടായിരിക്കുകയാണ് സാർ. നമ്മൾ പറഞ്ഞു നിർത്തിയത് വൃക്ഷങ്ങളോട് അനുവാദം ചോദിച്ച്, വൃക്ഷങ്ങളോടും പക്ഷിമൃഗാദികളോടും കാടിനോടുമൊക്കെ അനുവാദം ചോദിച്ച നമ്മുടെ പൂർവ്വസൂരികളുടെ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വിശദമാക്കാം സാർ. അപ്പോൾ അതുപോലെ തന്നെ മരങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഇന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പാഠ്യ ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ വൃക്ഷസ്നേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ ആണെങ്കിൽ 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിനകത്ത് ഒരു തേൻവരിക്ക എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. ഒരു പ്ലാവ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാരായണൻ എന്ന് പറയുന്ന ആദിമവാസി കഥാകൃത്ത് ആ പാഠത്തെ കൃത്യമായി വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ വൃക്ഷ ആയുർവേദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസ്കൃതത്തിൽ ഒരു പാഠം പഠിക്കാൻ 10ാം ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതിക്ക് അനുഗുണമായി മരങ്ങളുമായി ചേർന്ന് പുതുതലമുറ പോകണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന നിരവധി പാഠഭാഗങ്ങൾ നമ്മുടെ സിലബസിൻ്റെ ഭാഗമായി സർക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക അല്ലെങ്കിൽ പുതുതലമുറയെ എത്തിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ പണിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യിക്കണം, കൂടെ നിന്ന് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പം കുട്ടിയുടെ ജന്മദിനം വരികയാണെങ്കിൽ സാധാരണയായിട്ട് കേക്ക് മേടിച്ചു കൊടുക്കും, കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യും. അപ്പം ഞങ്ങളൊക്കെ സ്കൂളുകളിൽ ചെയ്യുന്നത് ഇതൊക്കെ നടന്നോട്ടെ എങ്കിൽ തെയ്യും ആ കുട്ടിയുടെ പേരിൽ ഒരു തൈ അവിടെ കൊണ്ടുവരികയും അതവിടെ കുഴിച്ചു വയ്ക്കുകയും ആ സ്കൂളിൽ നിന്ന് പോകുന്നിടം വരെ ആ തൈയെ പരിചരിക്കുന്നതിനുള്ള ഒരു വലിയ ദൗത്യം ആ കുട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി ആ കുട്ടി അവിടുന്ന് 2-3 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഒരാൾ പൊക്കത്തിൽ 1.5 പൊക്കത്തിൽ ആ മരത്തൈ വളർന്നു കഴിയും. അതിൻ്റെ ശൈശവാവസ്ഥ പിന്നിട്ട് കഴിയും.
അപ്പോൾ അങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക് വളർത്തിക്കൊണ്ട് വരാം. ഗിഫ്റ്റ് ട്രീകൾക്ക് അവസരം കൊടുക്കുക. ഇപ്പം ജന്മദിനത്തിന് വിളിക്കുന്നിടത്ത് വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ, ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒക്കെ അതിന് ഒരു കയറി താമസം. തീർച്ചയായിട്ടും സാർ, നമുക്കതിലേക്ക് മടങ്ങി വരാം. വിശദമായി തന്നെ സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം സാർ, പരിചയപ്പെടുത്താമോ? പേരെങ്ങനെയാണ് സാർ? ഞാൻ സന്തോഷ് ബാബു എന്നാണ്. ഓക്കെ സാർ, ചോദിച്ചോളൂ. അദ്ദേഹത്തോട് ചോദിച്ചു. എനിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, മരങ്ങളിലെ ചില്ലകൾ ഉണങ്ങിപ്പോകുന്നതിനെ കുറിച്ചിട്ടും, പിന്നെ പൂക്കാത്തതും കായ്ക്കാത്തതുമായുള്ള മരങ്ങളുടെ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വിഷായുർവേദത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അത് ഈ ചില്ലകൾ പല കാരണങ്ങളാൽ ഉണങ്ങിപ്പോകും. അത് വേലായിട്ട് ഇടിയായിട്ട് അവിടെ നിൽക്കുന്ന അത് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥ അനുസരിച്ചാണ്. എന്തോ ഇത് മറ്റേ ചെന്നീര് ഒലിപ്പ് മാതിരി വരുന്നതാ, മറ്റേ മാവിലാണ് അത് കണ്ടുവരുന്നത്. എന്താണ് സാർ ഒന്നുകൂടെ ചോദിക്കാമോ സാർ? ഫംഗസ് രോഗം മാതിരി ഇങ്ങനെ ചെന്നീര് ഒലിപ്പ് മാതിരി വരുന്നതാ. അതിൽ പ്രധാനമായിട്ട് ഈ മാവുകൾ നേരിടുന്ന കാര്യം ഒന്ന് സാർ പറഞ്ഞ പോലെ ഫംഗസ് രോഗമുണ്ട്. മറ്റൊന്നുള്ളത് ഈ ഇത്തിൽക്കണ്ണിയുടെ ഒരു വലിയ ഉപദ്രവം മാവുകൾക്ക് നേരിടാറുണ്ട്. പ്രധാനപ്പെട്ട ഈ ഇത്തിൽക്കണ്ണികളിലെ പിന്നെ രോഗം തീരെ കുറവുള്ളത് നാട്ടുമാവുകളിലാണെന്ന് പറയും. കാരണം അതിൻ്റെ തൊലിയുടെ ഒരു എണ്ണമയം ഉള്ളതുകൊണ്ട് ഇത്തിൽക്കണ്ണികൾ ധാരാളമായി ഈ പഴയ നാട്ടുമാവുകളിൽ പിടിക്കാറില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നുള്ളത് ഈ മാവ് കായ്ക്കുന്നില്ല എന്നുള്ളതാണ്. മാവ് കായ്ക്കാനുള്ള പല രീതികളും പറയുന്നുണ്ട്. ഒന്ന്, ചില മരുന്ന് കൂട്ടുകൾ തയ്യാറാക്കി മാവിൽ പുരട്ടുന്ന ഒരു രീതിയുണ്ട്. പിന്നെ മാവായതുകൊണ്ട് തന്നെ മാവിൻ്റെ ഏതെങ്കിലും ഒരു കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടിയിട്ട് ആടുക. മാവാകെ ഒന്ന് ഇളകി കഴിയുമ്പോൾ അത് പൂക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സംഭവമാണ് മാവ് വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് മാവിനെ ഒരു നിശ്ചിത സമയത്ത് എല്ലാ ദിവസവും ഭീഷണിപ്പെടുത്തുക. കയ്യിലൊരു വാക്കത്തിയോ കോടാലിയോ ഒക്കെ ആയിട്ട് ചെന്നിട്ട്, എടാ മാവേ, നിന്നെ ഞാൻ ഇത്രയും കാലം സംരക്ഷിച്ചു, നീ ഇതുവരെ ഞങ്ങൾക്ക് ഒരു മാങ്ങ പോലും തന്നില്ല, നിന്നെ ഈ തൊടിയിൽ നിന്ന് ഞങ്ങൾ വെട്ടിക്കളയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മാവ് പ്രതികരിക്കും. നിശ്ചയമായിട്ട് മാവ് പൂത്തിരിക്കുമെന്ന് യാതൊരു തർക്കവുമില്ല. ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മരങ്ങൾക്ക് സംസാരിക്കാനറിയാം, മരങ്ങൾക്ക് തമ്മിൽ ആശയങ്ങൾ കൈമാറാനറിയാം, മരങ്ങൾക്ക് മനുഷ്യൻ്റെ ദുഃഖവും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കാനുള്ള കഴിവുണ്ട്. ഇത് ശാസ്ത്രലോകം തെളിയിച്ചതാണ്. അതാണ് വൃക്ഷായുർവേദത്തിലും പറയുന്നുണ്ട്. ഇത്തരത്തിൽ മനസ്സിലായിരുന്നു സാർ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ സാർ? ഓക്കെ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. നമ്മുടെ മാന്യപ്രേക്ഷകനായ സന്തോഷ് സാറിൻ്റെ സംശയത്തിന് അങ്ങ് ഉത്തരമായി പറയുകയുണ്ടായി. മാവിനോട് സംസാരിക്കുകയാണെങ്കിൽ, മാവിനോട് നമ്മൾ തുറന്ന ആശയവിനിമയം നടത്തുകയാണെങ്കിൽ വൃക്ഷവും മനുഷ്യനും തമ്മിൽ ഒരു സചേതനമായ ആത്മബന്ധം ഉടലെടുക്കുമെന്നും ആശയം പരസ്പരം നിശബ്ദമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് എന്നും അങ്ങ് പറയുകയുണ്ടായി. ഈ ചികിത്സാ രീതി ഇവിടെ എത്രത്തോളം പ്രാവർത്തികമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? അത് പിന്നെ ഇപ്പോൾ നമുക്ക് മലയാളത്തിലൊരു പുസ്തകം തന്നെ ലഭ്യമാണ്. വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഒരു 400 പരം പേജുകളുണ്ട്. അത് വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം. ആ പുസ്തകത്തിനകത്ത് വൃക്ഷങ്ങൾ തീരുമാനമെടുക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് വെളിയിൽ ഒരു രാജ്യത്ത് ജിറാഫ് എന്ന് പറയുന്ന മൃഗത്തെക്കുറിച്ചറിയാം. അത് ഒരു കഴുത്തിന് നീളം കൂടുതലുള്ള ഒരു മൃഗമാണ്. ആ മൃഗം കഴിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രത്യേക ചില സസ്യങ്ങളുണ്ട്. ആ സസ്യങ്ങൾ ആ രാജ്യത്ത് ജിറാഫ് ധാരാളമായി തിന്ന് ആ സസ്യം തന്നെ ഇല്ലാതാകുന്ന ഘട്ടത്തിൽ ആ സസ്യങ്ങൾ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്ന് പറയുന്നതിനാണ് 15 കിലോമീറ്റർ ദൂരത്ത് പരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോൾ, ശാസ്ത്രലോകം പരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്, ജിറാഫ് എന്ന് അതിൻ്റെ ഇല കഴിക്കുന്നു, ആ ഇല കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ജിറാഫ് തളർന്നു വീഴുന്നു. മരിക്കത്തില്ല, തളർന്നു വീഴും. ഒരു പ്രത്യേക കയ്പോട് കൂടിയ ഒരു ദ്രാവകം ആ ഇലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ആ സസ്യങ്ങൾ. അതോടുകൂടി ആ സസ്യത്തിൻ്റെ ഇല കഴിക്കുന്നതിൽ നിന്ന് ജിറാഫ് പിന്തിരിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ സസ്യം ആ രാജ്യത്തെ രക്ഷപ്പെട്ടു എന്നുള്ള ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മരങ്ങൾ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ സാറാ ടീച്ചർ എന്ന് പറയുന്ന പരിസ്ഥിതി നോവൽ എഴുതിയിട്ടുള്ള കഥാകൃത്തും നോവലിസ്റ്റുമായിട്ടുള്ള സാറാ ടീച്ചർ അമേരിക്കയിൽ
ഒരിക്കൽ ഒരു സുഹൃത്തിനോടൊപ്പം താമസിക്കാനായിട്ട് പോയപ്പോൾ സാറാ ടീച്ചർ പറഞ്ഞു, ഒരു വാതിൽ ജനൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. സാർ, നമുക്ക് ആ അനുഭവത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം സാർ, സാമൂഹ്യ പാഠമാണ്. പരിചയപ്പെടുത്താമോ? പേരെങ്ങനെയാണ്? എന്റെ പേര് നാസർ. ഓക്കെ നാസർ, ചോദിച്ചോളൂ. എന്താണ് സംശയമെന്ന് ബിനു സാറിനോട് ചോദിച്ചോളൂ. പറയൂ. എന്റെ ഒരു കുളമാവിനകത്ത് മറ്റേ ഈ ശിഖരം മാതിരി ഇങ്ങനെ ഈ കടന്തൽ കൂട് മാതിരിയുള്ള ഇത് വന്നിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് വീഴുവായി. ചോദിച്ചോളൂ നാസർ. അതാണോ നാസർ സംശയം? മാവിന് എത്ര വർഷം പഴക്കമുണ്ട്? അത് ഒരു 10-20 വർഷത്തോളം ഉണ്ട്. അപ്പോൾ ആ മാവിനെ രക്ഷിക്കാനൊക്കും. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനൊക്കത്തില്ല. ഒന്നെങ്കിൽ ആ മാവിൻ്റെ ഒരു പടം വാട്സാപ്പിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിനുള്ള രോഗം എന്താണെന്ന് കണ്ടതിന് ശേഷം അതിന് മറുപടി കൃത്യമായിട്ട് തരാം. ഓക്കെ 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 നാസർ. ഇല്ല, ഈ സാധാരണ പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് നാട്ടുമാവെന്നും പറഞ്ഞ കുറച്ച് ഈ നഴ്സറിയിൽ നിന്ന് കുറച്ച് മാവെല്ലാം വാങ്ങിച്ചു വെച്ചായിരുന്നു. പക്ഷെ അത് ഇത് വരുന്നില്ല, ഇത് പൂക്കുന്നില്ല. ഇപ്പൊ ഏതാണ്ട് 5 വർഷത്തോളമായി. അതിന് പൂത്താൽ 1-2 പൂത്താലും അതിനകത്തങ്ങ് പുഴുവും വരുന്നുണ്ട്. അതെ, ഈ നാട്ടുമാവുകൾ ശരിക്കും പൂക്കണമെന്നുണ്ടെങ്കിൽ 12 വർഷത്തിന് ശേഷമേ നാട്ടുമാവുകൾ പൂക്കത്തുള്ളൂ. അതിന് മുമ്പ് പൂക്കത്തില്ല നാട്ടുമാവുകൾ. ബാക്കിയുള്ളവ നാട്ടുമാവുകളാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. മറ്റൊന്ന് നാട്ടുമാവുകൾ തേടി നമ്മൾ നഴ്സറികളിലല്ല പോകേണ്ടതെന്നുള്ള, നാട്ടുമാവുകൾ തേടി റോഡരികിലുള്ള മാവുകളിലെ മാങ്ങ അണ്ടി കളക്ട് ചെയ്ത് അത് വീട്ടിൽ കൊണ്ടുപോയി മുളപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ നാട്ടുമാവ് തൈ നമുക്ക് കിട്ടും. അതിനുവേണ്ടി നഴ്സറികളെ ആശ്രയിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നഴ്സറിക്കാരും പിണങ്ങുകയും വേണ്ട നമ്മളിത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, മനസ്സിലായിരുന്നു നാസറിന്റെ സംശയങ്ങൾക്ക്. ഈ നാട്ടുമാവിനകത്ത് നമ്മളെ തൊടിയിൽ കുറെ മാവുകളുണ്ട്, പക്ഷെ നാട്ടുമാവിനകത്തൊന്നും പുഴു കയറുന്നില്ല. ബാക്കി വെക്കുന്നതിനകത്തൊക്കെ പുഴു വരുന്നുണ്ട്. അതാ പറഞ്ഞ നാട്ടുമാവിൻ്റെ അകത്ത് പുഴു പിടിക്കില്ല. നാസറിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടിയ നമ്പർ നമ്മൾ പ്രോഗ്രാമിന്റെ അവസാനം സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നാസർ ഒന്ന് കുറിച്ച് വെച്ചോളൂ, എന്നിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ നാസർ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മൾ പറഞ്ഞു നിർത്തിയത് സാറ ടീച്ചറുടെ ഒരു അനുഭവമാണ്. സാറ ടീച്ചറെ അങ്ങനെ ആ വീട്ടിൽ താമസമാക്കി കഴിഞ്ഞപ്പോൾ ഒരു ജനൽ മാത്രം അടച്ചിടുന്നില്ല. ആ അടച്ചിടാത്ത ജനലിലൂടെ ഒരു വൃക്ഷത്തിൻ്റെ തലപ്പ് ആ മുറിക്കകത്തേക്ക് ഇങ്ങനെ വരുന്നു. അപ്പം സാറ ടീച്ചറിൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇതെന്താണ് ഈ ജനൽ ഇങ്ങനെ അടച്ചിടാത്ത, ഇതിൻ്റെ പിന്നെ ശിഖരം എന്താണ് വെളിയിലേക്ക് ഇറക്കി വിടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഈ വസ്തു മേടിച്ചതാണ്, ഈ പുരയിടം മേടിച്ചതാണ്. ആ പുരയിടം മേടിക്കുമ്പോൾ അതിനകത്ത് ആധാരത്തിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, യാതൊരു കാരണവശാലും ഈ മരത്തിന് അതിൻ്റെ ശിഖരങ്ങൾക്കോ യാതൊരു കേടുപാടും ഉണ്ടാകാൻ അനുവദിക്കില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അതിന് വിധേയമാകാമെങ്കിൽ മാത്രമേ ആധാരം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആധാരം നടപ്പിലാക്കിയത്. അതുകൊണ്ട് ആ മരത്തിന് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ ശിഖരം വളരും, നമ്മളായിട്ട് തടസ്സപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞ് എനിക്കൊരു അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ ടീച്ചർ പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ അങ്ങ് വൃക്ഷായുർവേദ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഈ വൃക്ഷായുർവേദ മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്ന പഠിതാക്കൾക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഒന്ന്, ഈ വൃക്ഷായുർവേദത്തിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞ ചേരുവ പരിചയപ്പെടുത്താനുള്ള ഒരു സംവിധാനം നിലവിലില്ല. 2, ഇത് ചെലവേറിയതാണ്. 3, ഇതിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ മുഴുവൻ സംസ്കൃതത്തിലാണ്, അത് മലയാളത്തിലോ ഇതര ഭാഷകളിലോ ലഭ്യമല്ല. 4, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പോലുള്ള ചില യൂണിവേഴ്സിറ്റികൾ കേരളത്തിലും പിന്നെ ബാംഗ്ലൂർ ചില യൂണിവേഴ്സിറ്റികളും വൃക്ഷ ആയുർവേദ കോഴ്സുകൾ നടത്താറുണ്ട്. എന്നാൽ ഞാൻ ആ യൂണിവേഴ്സിറ്റികളെ സന്ദർശിക്കുകയും ചില കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഒരറിവുമില്ല, ഞങ്ങളിങ്ങനെ തിയറി ഒക്കെ പഠിക്കുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ഞങ്ങൾക്ക്
പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള അറിവില്ല, പക്ഷേ എനിക്ക് വൃക്ഷങ്ങളെ പുതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിൽ 5-6 പേർ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ അറിവ് ഇപ്പം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾ പോകുന്ന ഏതൊരു സ്ഥലത്തായാലും ആ സ്ഥലത്തുള്ള പരിസ്ഥിതി പ്രവർത്തകരെ അറിയിക്കാറുണ്ട്, ആ സ്ഥലത്തുള്ള സ്കൂളിൽ അറിയിക്കാറുണ്ട്. അവിടുന്ന് ആ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ, താല്പര്യമുള്ള അവിടുത്തെ ഇക്കോ ക്ലബിലെ കുട്ടികളെ ചേർത്ത് ഈ മരുന്ന് കൂട്ട് തയ്യാറാക്കാനും ഇത് കുഴയ്ക്കാനും, ചാണകമൊക്കെ ഉണ്ട്, ഇത് കുഴയ്ക്കാനും നെയ്യ് കൂട്ടിയെടുത്ത് ഇത് ഉരുളകളാക്കാനും മരം ചീകാനും കഴുകാനും ഒപ്പാനും എല്ലാം കുട്ടികളെയും കൂട്ടി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ രീതി വൃക്ഷായുർവേദത്തിൽ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ ഏകദേശം പൂർണ്ണതയിലേക്ക് അടുക്കുമ്പോൾ ഈ മേഖലയെ കേരളവും ഇന്ത്യയും എത്തരത്തിൽ നോക്കിക്കാണുന്നു എന്ന് ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഇപ്പം കേരളത്തിൽ ഇങ്ങനെ വൃക്ഷായുർവേദത്തെ സംബന്ധിച്ച അറിവ് കിട്ടിയോടുകൂടി ഞാനൊരു യൂട്യൂബ് ചാനൽ വരെ തുടങ്ങിയിട്ടുണ്ട്, ദ ട്രീ ഡോക്ടർ എന്ന പേരിൽ. അത് അറിവ് കിട്ടിയോടുകൂടി നിരവധി പരിസ്ഥിതി സ്നേഹികൾ, വൃക്ഷസ്നേഹികൾ എന്നെ വിളിക്കാറുണ്ട്, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്, മരുന്ന് കൂട്ട് ശേഖരിച്ച് വെക്കേണ്ട കാര്യം പറയാറുണ്ട്, അത് ചെന്ന് ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. കേരളത്തിന് വെളിയിലും അങ്ങനെ നിരവധി. ഇപ്പം യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ നിന്ന് ഒരു ആലിന് ചികിത്സയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളത് പോകുന്നതിന് വേണ്ടി, കോവിഡ് കാലമാണെങ്കിൽ കൂടി അത് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. പിന്നെ ഒരു ഫ്രാൻസ് സംഘമാണ്, ഫ്രഞ്ച് പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അവർ ആദ്യമായി എത്തി എന്നോടൊപ്പം യാത്ര ചെയ്ത് ഞാൻ രക്ഷപ്പെടുത്തിയ മരങ്ങളുടെ ഹിസ്റ്ററി എന്നോട് മാത്രമല്ല ആ വീട്ടുകാരോടും പൊതുപ്രവർത്തകരോടും ചോദിച്ചു മനസ്സിലാക്കി അവർ പോയിട്ടുണ്ട്. അപ്പം ലോകത്ത് വളരെ സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ് വൃക്ഷായുർവേദം. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മരങ്ങളെ നമുക്ക് ഒരുപാട് വർഷക്കാലം ജീവനോടുകൂടി നിലനിർത്താൻ സാധിക്കുന്ന ഒരു മേഖലയാണ് വൃക്ഷായുർവേദം. അതുകൊണ്ട് അത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, അത് പൊതുരംഗത്ത് പരിസ്ഥിതി പ്രവർത്തകർ ഇത് ഏറ്റെടുക്കണം, പൊതുസമൂഹം ഇത് ഏറ്റെടുക്കണം, വൃക്ഷസ്നേഹികൾ ഇത് ഏറ്റെടുക്കണം. ഒരു കേടുണ്ട് എന്നൊരു കാരണം പറഞ്ഞ് ഒരു മരം വെട്ടിമാറ്റുകയല്ല വേണ്ടത്, അതിനെ ആ കേട് ഇല്ലാതാക്കി അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ഒരു നല്ല പാഠമാണ്, ആ സാമൂഹ്യ പാഠമാണ് പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും വൃക്ഷായുർവേദത്തെക്കുറിച്ചും വൃക്ഷായുർവേദം എത്തരത്തിൽ വൃക്ഷങ്ങളെ പരിപാലിപ്പിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചും വൃക്ഷായുർവേദം എത്തരത്തിൽ വൃക്ഷങ്ങളിൽ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചും വൃക്ഷങ്ങൾ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന്, പ്രകൃതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണ്, എത്രത്തോളം ആവശ്യമാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.